ഓഗസ്റ്റ് 14 സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള നിർദ്ദേശത്തിൽ ഗവർണർ സർക്കാർ പോര് തുടരുകയാണ്. വിഭജന ഭീതി ദിനം ഓർമ്മപ്പെടുത്തി വിസിമാർക്ക് വീണ്ടും ഗവർണർ കത്തയച്ചു. എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചുവെന്ന് അറിയിക്കണമെന്നും രാജ്ഭവന്റെ നിർദ്ദേശത്തിലുണ്ട്. പരിപാടി നടത്തരുത് എന്നാവശ്യപ്പെട്ട് കോളേജ് പ്രിൻസിപ്പൽമാർക്ക് കത്ത് നൽകാനാണ് സർക്കാരിന്റെ നീക്കം. വിഭജന ഭീതി ദിനം ആചരിക്കാൻ സാങ്കേതിക സർവകലാശാല PRO പ്രിൻസിപ്പൽമാർക്ക് കത്ത് നൽകി. വിസിയുടെ നിർദ്ദേശപ്രകാരമാണ് കത്ത് നൽകുന്നതെന്ന് PRO അറിയിച്ചു. സെയ്ഫ് സൈനുലാബ്ദീൻ വീണ്ടും സെയ്ഫ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് പോവുകയാണോ രാജ്ഭവനും സർക്കാരും? അതെ നിഷാദ്, നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. പുതിയൊരു ദിനം, ഒരു വിഭജന ഭീതി ദിനം എന്നുള്ളത് സമൂഹത്തിൽ വലിയ ചർച്ചയായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. ആ ദിനം ആചരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ചാൻസലർ വിസിമാർക്ക് നൽകിയിരുന്നു. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു കത്ത് ചാൻസലർ എന്ന നിലയിൽ തന്നെ രാജേന്ദ്ര അർലേക്കർ വിസിമാർക്ക് വീണ്ടും നൽകിയിട്ടുണ്ട്. എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ട് നൽകണമെന്ന് രാജ്ഭവൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ അതിൽ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് നിലവിലുള്ളത്. പരിപാടി പാടില്ല എന്ന് കാണിച്ച് കേരളത്തിലെ എല്ലാ കോളേജുകളിലെയും പ്രിൻസിപ്പൽമാർക്ക് കത്ത് നൽകാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് സാങ്കേതിക സർവകലാശാലയിലെ PRO അവർക്ക് കീഴിലുള്ള കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. നാടകം, സെമിനാർ അടക്കം ഓഗസ്റ്റ് 14 സംഘടിപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. VC ശിവപ്രസാദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കത്ത് എന്നുകൂടി PRO നൽകിയ കത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ പോര്, നിഷാദ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ആ പോര് വീണ്ടും കടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓഗസ്റ്റ് 15 അപ്പുറത്തേക്ക് 14 ചർച്ചയായി സംഘപരിവാർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരും CPM ഇതിൽ കാണുന്ന കാര്യം. അതിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടിലേക്ക് CPM നേതൃത്വം എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നിഷാദ്, ശരി, വിസിമാർക്ക് വീണ്ടും കത്തയച്ചിരിക്കുന്നു ഗവർണർ. ഓഗസ്റ്റ് 14 ഈ വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്നാണ്. ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന്റെ ഭീതിയെക്കുറിച്ചുള്ള ഓർമ്മ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നാണ്. 2022 നരേന്ദ്രമോദി ഇനീഷ്യേറ്റ് ചെയ്ത പരിപാടിയാണ്. പക്ഷേ ഇത് സർവകലാശാലകളിൽ ആചരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതിനുണ്ട് എന്ന് തന്നെ കാണണം. ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ആ പ്രശ്നം വിഭജനത്തിന്റെ ഭീതി എന്ന് പറഞ്ഞ സംഗതിയെ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോഴും വിഭജനത്തിന്റെ സാധ്യതകളെ തേടുന്നു സർക്കാർ എന്ന രാഷ്ട്രീയ വിമർശനമാണ് അവിടെ ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ അടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം.